റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലിയ പള്ളി ഇമാം റിമാൻഡിൽ. മൈനാഗപ്പള്ളി സ്വദേശി അബ്ദുൽ ബാസിത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്, റിമാൻഡിൽ വിട്ടത്. 20-കാരിയായ യുവതിയുടെ പരാതിയിലാണ് നടപടി. ഫോണിൽ വിളിച്ച് കാര്യം പോലും പറയാതെ തലാഖ് ചൊല്ലുകയായിരുന്നുവെന്ന് യുവതി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ബെസ്റ്റ് എളുപ്പപ്പണിയാണല്ലോ. ആരെങ്കിലുമൊക്കെ കല്യാണം കഴിക്കണം തോന്നുമ്പോൾ കല്യാണം കഴിക്കുക, വേണ്ടാന്ന് തോന്നുമ്പോൾ തലാഖ് ചൊല്ലുക, കളയുക, പിന്നെ ആദ്യം കല്യാണം കഴിച്ചതാണെന്ന് മറച്ചു വെച്ചിട്ട് പിന്നെയും കല്യാണം കഴിക്കുക. ഇത് ഇവരെ പോലെയുള്ളവരുടെ സ്ഥിരം പരിപാടിയാണ്. ഇങ്ങനെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടില്. മതത്തിന്റെ പേര് പറഞ്ഞിട്ട് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുറെ എണ്ണം. ഇയാളൊരു ഇമാമാണെന്നാണ് പറയുന്നത്. കഷ്ടം തന്നെ. നേരത്തെ ഒരു കല്യാണം കഴിച്ചത് മറച്ചു വെച്ചിട്ടാണ് എൻ്റെ വീട്ടിൽ വിവാഹാലോചനയായിട്ട് വരുന്നത്. കല്യാണം കഴിച്ച് അവര് ഒരു വാടക വീട്ടിലോട്ടാണ് കൊണ്ടുപോയത്. അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അത് അവരുടെ സ്വന്തം വീട്ടില് നേരത്തെ ഭാര്യയാണ് താമസിക്കുന്നത്. അത് പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. പിന്നീട് വേറെ വിവാഹം കഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്താനും തുടങ്ങി. അങ്ങനെ കഴിഞ്ഞ ആഴ്ച എന്നെ പിണങ്ങിയതിന്റെ പേരിൽ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കുകയും 19-ാം തീയതി പെട്ടെന്നാണ് വിളിച്ച് തലാക്ക് പറഞ്ഞത്. പെട്ടെന്ന് കേട്ടപ്പോൾ ഷോക്കായിപ്പോയി. എന്നെ തലാക്ക് പറഞ്ഞതിന് മുമ്പേ ഒരുപാട് ചീത്ത പറയുകയൊക്കെ ചെയ്ത്. ഇങ്ങനെ 3 വട്ടം തലാക്ക് പറഞ്ഞിട്ട് പറഞ്ഞു ഇനി നമ്മൾ തമ്മിൽ ബന്ധവും ഇല്ലാന്ന്. എന്താ കാരണമെന്ന് പോലും പറയാതെ ഇങ്ങനെ പെട്ടെന്നാ പറഞ്ഞത്. ഇദ്ദേഹം പത്തനംതിട്ടയിലെ വായ്പൂരുള്ള ഊട്ടുകുളം പള്ളിയിലെ ഇമാമാണ്. ഈ വായ്പൂര് ജുമാ മസ്ജിദിന് കീഴിലുള്ള ചെറിയ കുറച്ച് പള്ളികളിലൊന്നാണ് ഊട്ടുകുളം പള്ളി. അവിടുത്തെ ഇമാമായ ഇദ്ദേഹം ആദ്യമൊരു വിവാഹം ചെയ്തിരുന്നു. അത് മറച്ചു വച്ചിട്ടാണ് ഇപ്പോൾ മുത്തലാഖ് ചൊല്ലിയ ആ യുവതിയെ, 20 വയസ്സ് മാത്രമേ ഉള്ളൂ, അവരെ വിവാഹം ചെയ്യുന്നത്. ആ വിവാഹത്തിന് ശേഷമാണ്, മുമ്പ് വിവാഹം ചെയ്ത ആളാണ് തൻ്റെ ഭർത്താവെന്ന് ഇവർ മനസ്സിലാക്കുന്നത്. ഇതേ ചൊല്ലി അവരുമായി സംസാരിച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇയാൾക്കൊക്കെ തോന്നുമ്പോൾ എടുത്ത് ഉപയോഗിക്കാനും ഉപയോഗം കഴിയുമ്പോൾ വലിച്ചെറിയാനുമുള്ള എന്തെങ്കിലും ഉപകരണം വല്ലതുമാണോ സ്ത്രീകള്? തലാഖ് ചൊല്ലുന്നതോടുകൂടി പിന്നെ ആ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ യാതൊരു രീതിയിലുള്ള ബന്ധവുമില്ല. ആ ഭർത്താവിന് ആ സ്ത്രീയുടെ മേൽ യാതൊരു അവകാശവും ഇല്ല. ആ സ്ത്രീക്ക് ഒന്നും തന്നെ ഇല്ല. അവസാനം ആ സ്ത്രീകൾ എന്ത് ചെയ്യണം? പിന്നെ നരകിച്ച് കഴിയണം. ഇവരൊക്കെ ആദ്യം വിവാഹം കഴിച്ചെന്നു 2, 3 വിവാഹം കഴിച്ചിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഈ കല്യാണം കഴിക്കുന്നത്. അപ്പൊ ചോദിക്കും എല്ലാവരും, എന്തുകൊണ്ട് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അന്വേഷിച്ചില്ല? അന്വേഷിച്ച് കഴിയുമ്പോൾ നാട്ടുകാർ പറയണമെന്നുണ്ടോ? ഇപ്പൊ ഇദ്ദേഹം ഒരു ഇമാമാണ്. അദ്ദേഹത്തിനുള്ള റെസ്പെക്ട് മൂലം ആരും പറയില്ല. അന്വേഷിക്കുമ്പോൾ എന്താണ്, ഇങ്ങനെ ഒരു വിവരമേ കിട്ടത്തില്ല. എന്നിട്ട് മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. മകൾക്ക് പിന്നെ ഒരു അധികാരവും ഇല്ലല്ലോ. സ്ത്രീകൾക്ക് പിന്നെ തിരിച്ചൊന്നും പറയാനോ അവർക്ക് അവകാശങ്ങളോ അവർക്ക് ആഗ്രഹങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ. നമ്മുടെ നാട്ടില് ഇതിനെ ഇല്ലീഗൽ ആക്കിക്കൊണ്ട് 2019 ഒരു നിയമം നിലവിൽ വന്നിട്ടുണ്ട്. ഈ നിയമം നിലവിൽ വന്നിട്ട് തന്നെ ഇങ്ങനെ നിയമം ഇല്ലായിരുന്നെങ്കിലോ? ഇതിനു മുമ്പ് എന്തുമാത്രം സ്ത്രീകള് ഇതിന്റെ പേരിൽ കണ്ണീര് കുടിച്ചിട്ടുണ്ട്, എന്തുമാത്രം സ്ത്രീകളുടെ കണ്ണീര് വീണിട്ടുണ്ടായിരിക്കും. മുത്തലാഖ് ബില്ലെന്ന് പറഞ്ഞ് 2019 നിലവിൽ വന്നിട്ടുള്ള ഒരു ബില്ലുണ്ട്. ആ ബില്ല് പ്രകാരം ഈ രീതിയിൽ വെർബലിയോ അല്ലെന്നുണ്ടെങ്കിൽ റിട്ടേൺ ആയിട്ടോ ഫോൺ വഴിയോ ഇങ്ങനെയൊക്കെ തലാഖ് ചൊല്ലുക എന്ന് പറയുന്നത് ഇല്ലീഗലാണ്, അത് അസാധുവാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അഥവാ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഈ സ്ത്രീക്ക് എന്ത് ചെയ്യണം? ഭർത്താവ് ചെലവിന് കൊടുത്തിരിക്കണം. മക്കളുണ്ടെങ്കിൽ മക്കൾക്കും ചെലവിന് കൊടുത്തിരിക്കണം. ഭർത്താവിന്റെ മേലിൽ, ഭർത്താവിന്റെ സ്വത്തിന് മേൽ ആ മക്കൾക്ക് അവകാശമുണ്ടായിരിക്കും. അതുകൂടാതെ തന്നെ തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞിട്ട് മക്കളുടെ അവകാശങ്ങൾ ഭാര്യയിൽ നിന്ന് നഷ്ടപ്പെടുന്നില്ല. ഈ ദമ്പതികളുടെ മക്കൾ മൈനർ ആണെന്നുണ്ടെങ്കിൽ ആ മൈനർ ആയിട്ടുള്ള മക്കളുടെ മേലുള്ള അവകാശം മുഴുവനായിട്ട് ഭാര്യയിലേക്ക് പോകും. ഇങ്ങനെ കുറെ ക്ലോസുകൾ പറയുന്നുണ്ട് അതിനകത്ത്. അതുകൂടാതെ തന്നെ ഈ തലാഖ് ചൊല്ലിയ കാര്യം ആർക്ക് വേണമെങ്കിലും പരാതിയായിട്ട് നൽകാം. ഈ യുവതിക്കോ ആ യുവതിയുടെ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും കൊണ്ടുപോയി പരാതി നൽകാമെന്നും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ പരാതി നൽകുന്ന പ്രകാരം ഇങ്ങനെ ചെയ്ത വ്യക്തിക്ക് 3 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും വിധിക്കാനുള്ള അധികാരം കോടതിക്കുണ്ട്. ഇങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ട് ഇവരെ പോലുള്ളവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിന് പോലും അപമാനമാണ്. ഇങ്ങനെ ഫോൺ വഴിയൊക്കെ വിളിച്ച് പറയുകയാണ്. ഇയാള് ആ പെൺകുട്ടിയോട് കാണിച്ചത് പക്കാ വഞ്ചനയാണ്. എല്ലാ കാര്യവും മറച്ചു വെച്ച് യാതൊരു രീതിയിലുള്ള ഇൻഫർമേഷനും വിവരവും കൊടുക്കാതെ പിന്നീട് ആ പെൺകുട്ടി അറിഞ്ഞ സമയത്താണ് ഇവർ തമ്മിൽ പിന്നെ വഴക്കുണ്ടാകുന്നത്. നമ്മുടെ നാട്ടിൽ നിയമപരമായിട്ടൊരു ബന്ധം വേർപ്പെടുത്തണമെങ്കിൽ അതിനൊരു നിയമമുണ്ട്. ആ നിയമപരമായിട്ട് വേണം ബന്ധം വേർപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു ബന്ധം വേർപ്പെടുത്താൻ വേണ്ടിയിട്ട് കോടതിയിൽ പോവുക. കോടതിയാണ് ആ ബന്ധം വേർപ്പെടുത്തേണ്ടത്. മുൻപ് അങ്ങനെ ആയിരുന്നില്ല.
മതവിശ്വാസികളുടെ ഇടയിൽ അങ്ങനെ ആയിരുന്നില്ല, തലാഖ് ചൊല്ലിയാൽ മതിയായിരുന്നു. പക്ഷേ അതുമൂലം സ്ത്രീകൾ ഒരുപാട് ഇൻജസ്റ്റിസ് ഫേസ് ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്ക് ഒരുപാട് വേദനകളും വിഷമങ്ങളും അനുഭവിക്കേണ്ടി വന്നു, ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കേണ്ടി വന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ മുത്തലാഖ് ബില്ല് വന്നത്, ഇതിനെ ഇല്ലീഗലാക്കിക്കൊണ്ട്. ഇനി അങ്ങനെ ഒരു പരിപാടി ഇവിടെ വേണ്ട, അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എല്ലാം മറച്ചു വെച്ച ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുക, ആ സ്ത്രീയെ നോക്കേണ്ട പുരുഷൻ തന്നെ അവളോട് എല്ലാ രീതിയിലുള്ള വഞ്ചനയും കാണിക്കുക, എന്നിട്ട് വേണ്ട എന്ന് തോന്നുമ്പോൾ വലിച്ചെറിയാനുള്ള എന്തെങ്കിലും വസ്തുവാണോ സ്ത്രീകള്? സ്ത്രീകൾക്ക് യാതൊരു രീതിയിലുള്ള അധികാരവും അവകാശവും ഒന്നുമില്ലേ? ആ പെൺകുട്ടി ഇപ്പൊ 2ാം കെട്ടുകാരിയാണ്. ഇനി അവർക്ക് 2ാം കെട്ടുകാരി എന്നുള്ള ഒരു ലേബൽ മാത്രമേ സമൂഹം കൽപ്പിച്ചു നൽകത്തുള്ളൂ. ആ പെൺകുട്ടിയുടെ തെറ്റേ അല്ല ഇവിടെ. ഭർത്താവ് വഞ്ചിച്ചു എന്നറിയുമ്പോൾ ഉറപ്പായിട്ടും വഴക്കുകൾ ഉണ്ടാകും. വഞ്ചന എന്ന് പറയുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ചതി, ഏറ്റവും വലിയ ഒരു പാപമായിട്ടുള്ളൊരു കാര്യം വഞ്ചനയാണ്. അയാൾക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു ആദ്യ വിവാഹം കഴിച്ചതാണ് എന്ന് തുറന്നു പറഞ്ഞിട്ട് കല്യാണം കഴിക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വിഷയങ്ങളൊന്നും വരില്ല. അഥവാ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ നിയമപരമായിട്ട് മുന്നോട്ട് പോവുക. ഇത് ഫോണിലൂടെ വിളിച്ചിട്ട് തലാഖ് ചൊല്ലി തീർന്നു, അവസാനിച്ചു എല്ലാ ബന്ധവും. ഇതുപോലെയുള്ളവരെ എന്ത് ചെയ്യാനാണ്? ഈ നിയമങ്ങളൊന്നും വെറുതെ കൊണ്ടുവന്നാൽ മാത്രം പോരാ. ഇപ്പൊ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, പക്ഷെ അയാളെ പുറത്തു വിടാൻ പാടില്ല. നിയമങ്ങളൊന്നും ചുമ്മാ കൊണ്ടുവന്നാൽ പോരാ. ഈ നിയമങ്ങൾ പ്രകാരം കൃത്യമായിട്ട് നടപടിയെടുക്കണം. നടപടിയെടുത്ത് 1 or 2 പേർക്ക് ശിക്ഷ കിട്ടിക്കഴിയുമ്പോൾ ബാക്കിയുള്ളവരങ്ങ് പഠിച്ചോളും. ഈ നിയമമൊക്കെ കൊണ്ടുവരുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ എന്തുമാത്രം സ്ത്രീകൾ കണ്ണീര് കുടിച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഒരു കാര്യത്തിന്റെ പേരിൽ. തലാഖ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ പേരിൽ എന്തുമാത്രം സ്ത്രീകൾ കണ്ണീര് കുടിച്ചിട്ടുണ്ടായിരിക്കാം. സ്വന്തം മക്കളുടെ മേലുള്ള അവകാശം നഷ്ടപ്പെട്ട്, അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആരുമില്ല, ചെലവ് തരാനില്ല. കല്യാണം കഴിച്ച് വിട്ടു കഴിഞ്ഞാൽ സ്ത്രീയുടെ എല്ലാ ഇതും തീർന്നു. പിന്നെ മാതാപിതാക്കളുടെ അടുത്ത് പോകാൻ പറ്റില്ല, ആരടുത്തും പോകാൻ പറ്റാതെ ഭർത്താവ് നടതള്ളി ഈ രീതിയിൽ നരകിച്ച് ജീവിച്ചിട്ടുള്ള എന്തുമാത്രം സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കും. ആ സ്ത്രീകളുടെയൊക്കെ കണ്ണീരിന്റെ ഫലമാണ് ഇങ്ങനെ ഒരു ബില്ല് അവതരിപ്പിച്ചത്. ഈ ബില്ല് വന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പ്രതിഷേധത്തിനും പ്രക്ഷോഭത്തിനും ഒന്നും തന്നെ ഇത് ബില്ല് അവതരിപ്പിച്ചു. ഇപ്പൊ ആ ഒരു ആക്ട് നിലവിലുണ്ട്. ആ ആക്ട് പ്രകാരം ഇങ്ങനെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ഇവർക്കൊന്നും ഇതൊന്നും അറിയാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല. അറിയാത്തതുകൊണ്ടായിരിക്കില്ല, ഇപ്പോഴും അഹങ്കാരമാണ്, എനിക്ക് എന്തും ചെയ്യാം. ഇവരൊക്കെ 4 നേരം അല്ലെങ്കിൽ 5 നേരമൊക്കെ നിസ്കരിക്കുന്നവരാണല്ലോ. ദൈവത്തെ എന്തിനാണ് ഇവർ വിളിക്കുന്നത്? ഈ രീതിയിലുള്ള അനീതിയൊക്കെ കാണിച്ചിട്ട് ദൈവത്തെ വിളിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. നമ്മൾ ശുദ്ധമായിട്ടുള്ള നന്മയുള്ള മനസ്സോടു കൂടിയിട്ട് ദൈവത്തെ വിളിച്ചെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് ഫലം നൽകത്തുള്ളൂ. ഈ രീതിയിൽ ചതിയും വഞ്ചനയും ഒക്കെ കാണിച്ച് ദൈവത്തെ വിളിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് മനുഷ്യന്മാർ മനസ്സിലാക്കുക. നന്മയുള്ള മനസ്സോടുകൂടി ദൈവത്തെ വിളിക്കുക, ആരെയും ചതിക്കാതെയും വഞ്ചിക്കാതെയും ഇരിക്കുക. ഒരു സ്ത്രീയെ ആണെങ്കിലും പുരുഷനെ ആണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കാതെയും വഞ്ചിക്കാതെയും ഇരിക്കുക. വലിയ ചതിയാണ് ഇയാൾ ചെയ്തത്. ഒരിക്കലും ദൈവങ്ങൾ പൊറുക്കാതെ ചതിയാണ് ഇവൻ ചെയ്തത്. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിരിക്കാം, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിയമപരമായിട്ട് പോകാമല്ലോ. ഇവർക്കൊക്കെ ഉടുപ്പൊക്കെ ഊരി കളയുന്നത് പോലെയാണ് ഇവരൊക്കെ കല്യാണം കഴിക്കുന്നത്. ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാം, വേണ്ടാന്നുണ്ടെങ്കിൽ കളയാം. ഈ പേസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പേസ്റ്റിന്റെ ഇത് വലിച്ചെറിയത്തില്ലേ, അങ്ങനെയാണ് ഇതുപോലെയുള്ള കുറേ എണ്ണങ്ങൾ സ്ത്രീകളെ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുന്നത്. എന്നിട്ട് അതിനെ മതവുമായിട്ട് കൂട്ടുപിടിക്കും, എന്നിട്ട് മതത്തിന്റെ കൂട്ടുപിടിക്കും. ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിനെ തന്നെയാണ് നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിയമവും ബാധകമല്ല, ഒന്നും ബാധകമല്ല, ഇവർക്കൊക്കെ തോന്നുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാം.